മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേയേഴ്സിനെ റോയിൻ ചെയ്യും. അതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അത് ശരിയാണോ? ഇവനെക്കുറിച്ച് നമുക്ക് ലാസ്റ്റ് പറയാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് റാമസ് ഹോളണ്ട്. 72 മില്യൺ അറ്റാലാന്റയിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഒരുപാട് ക്രിറ്റിസിസം നേരിട്ട പ്ലെയറാണ് റാംസ് ഹോളണ്ട്. ഹി ജസ്റ്റ് സ്കോർഡ് ഹിസ് ഫസ്റ്റ് ഗോൾ ഫോർ ഹിസ് ഡെബ്യൂട്ട് ഫോർ നെപ്പോളി. അന്റോണിയോ കോണ്ടെ കഴിഞ്ഞ വർഷവും പറഞ്ഞു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് നെപ്പോളിക്കിലേക്ക് തരുന്നത്. കാരണം കഴിഞ്ഞ വർഷം സെയിം സിറ്റുവേഷൻ സ്കോട്ട് മക്ടോണമി ആയിരുന്നു. കാരണം കഴിഞ്ഞ വർഷം വെറും ഒരു ഡീസൻറ്റ് മിഡ്ഫീൽഡറായ സ്കോട്ട് മക്ടോണമി നെപ്പോളിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം സിരിയ എ മോസ്റ്റ് വാല്യബിൾ പ്ലെയറായി മാറി ഓഫ് ദ സീസൺ. ലാസ്റ്റ് സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടോപ്പ് സ്കോററിനെക്കാട്ടും കൂടുതൽ 4 ഗോൾസാണ് സ്കോട്ട് മക്ടോണമി നെപ്പോളിക്ക് വേണ്ടി അടിച്ചത്. സ്കോട്ട് മക്ടോണമി ഒരു മിഡ്ഫീൽഡറാണ്. പിന്നെ ആന്റണി 86 മില്യൺ യൂറോക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്നത് 3 years ago and he was a flop at Man United. ഇപ്പോൾ റിയൽ ബെറ്റിസ് ഹീസ് എ ഹീറോ. ഒരു ഗോട്ടിന് കിട്ടുന്ന വെൽക്കമിങ് ആണ് റിയൽ ബെറ്റിസ് ഫാൻസ് ആന്റണിക്ക് കൊടുത്തത്. ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ മീംസിലാവുകയും കുറേ ക്രിറ്റിസൈസും കിട്ടിയ ഒരു പ്ലെയറാണ് ആൻഡ്രെ ഒനാന. ഇപ്പോൾ മാൻ ഓഫ് ദ മാച്ചാണ് ഫസ്റ്റ് ഗെയിം ഫോർ ഹിസ് ന്യൂ ക്ലബ്. എനിക്ക് തോന്നുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയാണ് പ്രോബ്ലം. I guess the pressure of being a Manchester United player is more than a player could handle.